ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ സംഭവം എന്നല്ലേ. ഇതാണ് എടനേല എന്ന് പറയും. എടനേല എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ നാട്ടിലും വേറെ വേറെ രീതിയിലാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവിടെ എടനേല എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് ഇത് ഒരു പൂച്ചയപ്പം എന്നാണ് ഇവിടെ പറയുന്നത്. പൂച്ച പുഴുങ്ങിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ കുമ്പിളപ്പം എന്ന് പറയും. പിന്നെ അങ്ങനെ എടനയപ്പം എന്ന് പറയും. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇതിന്. നമ്മളിവിടെ പൂച്ചയപ്പം എന്നാണ് പറയുന്നത്. പൂച്ച പുഴുങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇല കിട്ടിയപ്പം ഇത്തിരി പൂച്ച പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പം ഈ ഇലയിൽ ഇതെങ്ങനെ വെക്കുന്നതെന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാനിതിൽ ചേർക്കുന്നതെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇല നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത്. നല്ല മണം ഇതിൻ്റെ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്തായാലും. ഇതിനുള്ള ഒരു മാവ് ഞാൻ കുഴച്ചായിരുന്നു. ശർക്കരയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇതായിട്ട്. അപ്പം ഇത് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ റവയാണ് എടുത്തിരിക്കുന്നത്. റവയും കുറച്ച് റവ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് ഗോതമ്പ് പൊടി ചേർത്തു, തേങ്ങ, ശർക്കര, ശരിക്കും ചക്കപ്പഴമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ചിലർ ചക്കയപ്പം എന്നും പറയും കേട്ടോ. ഇത് ചക്കപ്പഴമാണ് ശരിക്കും ഇതിനകത്ത് ചേർക്കുന്നത്. പക്ഷേ ഇവിടെ ചക്കപ്പഴം ഇപ്പോൾ ഇല്ലാത്തത് കാരണം ഞാൻ ഇത്തിരി പഴം ഇട്ടു. സാദാ പഴം, ചെറുപഴം ചേർത്തിട്ടുണ്ട്. ചെറുപഴം, ശർക്കര, പിന്നെ തേങ്ങ, റവ ഇട്ടിട്ടുണ്ട്. അപ്പം റവ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരുള്ള കാരണം എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ ഞാൻ അത് കാരണം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇത്രയും ചേർത്തിട്ട് ഞാനിത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പഴത്തിൻ്റെ ഇതിലും ശർക്കരയുടെ ഇതിലും കൂടെയാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചുരുട്ടി ഇതിനകത്ത് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു ഇല എടുത്തു. ഇത് മടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പിടിക്കുക, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ ഒരു കോണ് പോലെ വന്നില്ല. ഇതിനാണ് കുമ്പിളെന്ന് പറയുന്നത്. നമ്മൾ കടലമിഠായി ഒക്കെ മേടിക്കുമ്പം ഇങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഈ മാവ് ഇച്ചിരി എടുക്കുന്നുണ്ട്. ഈ മാവെടുത്ത് ഇങ്ങനെ ഇതിലേക്ക് നിറയ്ക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. ഇങ്ങനെ വയ്ക്കും. ഇതുണ്ടോ, ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് ഈ മാവിലേക്ക് തന്നെ കുത്തി ഇറക്കണം കേട്ടോ. ഇങ്ങനെയാണ് ശരിക്കും. ഈ ഒരു ഭാഗം ഇച്ചിരി പൊങ്ങിപ്പോയി കേട്ടോ, സാരമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇനി എല്ലാം നമ്മൾ ചുട്ടെടുത്ത് നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ആവിക്ക് കയറ്റാൻ വെക്കുന്നത്. അങ്ങനെ ഇത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഞാനിതെല്ലാം ഇങ്ങനെ കുമ്പിളിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് അടുപ്പേ കയറി. ഇനി ഇത് റെഡിയാവാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുക. അപ്പോൾ കുറച്ച് ഇല മിച്ചമുണ്ട്. അപ്പോഴാണ് മമ്മി പറഞ്ഞത് ഇതിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഇല ഇങ്ങനെ ജ്യൂസാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മീനൊക്കെ വെട്ടിയിട്ട് ഉളുമ്പ് വരാതിരിക്കാനായിട്ട് അതിങ്ങനെ കയ്യെ പരട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നു. പിന്നെ എന്തോ ഈ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ ഇല പുട്ടുതട്ടിൽ വെച്ചിട്ട് മേളിൽ വെക്കുകയാണെങ്കിൽ അതിന് ഇതിൻ്റെ ഒരു പ്രത്യേക മണമാണല്ലോ ഈ ഇലയ്ക്ക്. അപ്പോൾ ആ മണം വരുമെന്ന്. അതെനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. മമ്മി എവിടെയോ യൂട്യൂബിൽ കണ്ടതാണ്ടാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇത് ഒരെണ്ണം ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാണിച്ചു തരാം നിങ്ങൾക്കും കൂടെ കേട്ടോ. റെഡി ആവട്ടെ. അത് ആവി കയറി വരുന്നുണ്ട്. ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ആവി കയറി വന്നിട്ടുണ്ട്. ഈ മണം അടിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ പൊളിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. കണ്ടോ, അപ്പോൾ റെഡി ആയതിന് ഈ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. റെഡി ആയതിൻ്റെതും മറ്റേതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതങ്ങനെ ഇതിന് വെക്കാനുള്ള അടുത്ത സെറ്റ് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇവിടെ നമ്മളിത് എടുക്കുകയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് പിള്ളേർക്ക് കൊടുത്തു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ചൂടുണ്ട്. അവര് ഊതുക. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ വേണോ? അത് കഴിച്ചിട്ട് ഇറക്കും. സൂപ്പറാണോ? സൂപ്പറാന്ന് പറയാം.
എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ? അടിപൊളി. കുറെ നാള് കൂടി കഴിക്കുന്ന കാരണം നല്ല അല്ലേ? അടിപൊളി. നമ്മുടെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? കാണിച്ചു കൊടുത്തൊന്ന് പൊക്കി കാണിച്ചേ. അങ്ങനെ പൊക്കിയല്ല. ആ അവിടെ പിടിച്ചത് എന്തപ്പോ? ഐസ്ക്രീം അപ്പോ. ആ പിള്ളേർക്ക് ഐസ്ക്രീം അപ്പം കേട്ടോ അത്. ഇതെന്താന്നറിയോ സാറാ മോളെ? പൂച്ചയപ്പം എന്ന് പറയും. എന്താ? പൂച്ചയപ്പം. കുമ്പിളപ്പം. കുമ്പിളപ്പം എന്നാപ്പോ? കുമ്പിളപ്പം ആന്നേ. ആ അതെ. ഐസ്ക്രീമാണോ?